എന്തത്ര കാലം പുറത്തുവിടാത്ത ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടേന്ന്. ജനവിധി രേഖപ്പെടുത്താനുള്ള അവസാന ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ തീയതിയിലേക്ക് എത്തുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും നമ്മളൊരു മത്സര പോരാട്ടം കാണുന്നു. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ആവേശം കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിന് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള മത്സരമാണ്. അതിൽ ജനാധിപത്യം വിജയിക്കും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മത്സര പോരാട്ടം ഉണ്ട്, ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയിട്ട് പട്ടാമ്പി തോന്നുന്നുണ്ട്. പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നത് ഒരു പോരാട്ടം നടത്താനാണ്. എല്ലാ സ്ഥാനാർത്ഥികളും അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യം: നടപ്പിലാക്കിയ വികസനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അനുഭവമാണ്. രണ്ടാമത്തെ കാര്യം, സീറ്റ് വിലക്കെടുക്കാൻ പറ്റും, പക്ഷേ ജനങ്ങളുടെ ഹൃദയവും ജനാധിപത്യവും വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വാഗ്വാദങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു LDF കാൻഡിഡേറ്റിന് SDP ആയിട്ട് ബന്ധമുണ്ടെന്നും ആ ബന്ധം ഒരു സഖ്യമാണെന്നും അത് വോട്ടായി മാറുമെന്നുള്ള UDF സ്ഥാനാർത്ഥിയുടെ തന്നെ ആരോപണമാണ്. അതിനെക്കുറിച്ച് എന്ത് പറയും? UDF സ്ഥാനാർത്ഥിക്ക് വികസനം പറയാനില്ല, അതല്ലെങ്കിൽ ക്രെഡിബിലിറ്റി അല്ലേ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യത, അതും പറയാൻ കഴിയുന്നില്ല. എങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതിയിട്ട് ഇതൊക്കെ പറയും. അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഞാനിതൊന്നും മറുപടി പറയാൻ തീരുമാനിച്ചതല്ല, അത് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇദ്ദേഹം ഉയർത്തുന്ന മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നു, അതിന്റെ തെളിവുകളുണ്ട്, വേണ്ടി വന്നാൽ അത് പുറത്തു വിടുന്നു. അതിനോട് എങ്ങനെ എന്തത്ര കാലം പുറത്തുവിടാത്ത ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടേന്ന്. അല്ല, ഇപ്പം നമ്മളെന്താ പറയാ, ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അത്യാവശ്യം നന്നായിട്ട് തിരിച്ചടിയേറ്റൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ആ തിരിച്ചടിയേറ്റതിൽ ആർക്കാണ് ഗുണം കിട്ടിയത്? അത് വേറെ, ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പത്തെ മൈൻഡിൽ പറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ തദ്ദേശ UDF ജയിച്ചത് അങ്ങനെയാണ് എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ? അതല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊരു മറുപടി ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇത്തരത്തിൽ വെറുതെ ആരോപണങ്ങൾ പറയുകയും ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ രീതിയാണ്. അതിനൊക്കെ മറുപടി പറഞ്ഞു പോകണ്ട. ഈ കണ്ടില്ലേ ഈ കൊപ്പൻ ടൗണ് ഒരു 5-6 കൊല്ലം മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ അനുഭവം. പറഞ്ഞാണ് UDF വോട്ട് പിടിക്കുന്നത്. നിങ്ങൾ അവരുടെ അനൗൺസ്മെന്റ് കേട്ടില്ലേ? ശബരിമലയാണ് പറയുന്നത്, വേറെ പലതുമാണ് പറയുന്നത്. പട്ടാമ്പി മണ്ഡലത്തിന്റെ വികസനങ്ങളും പട്ടാമ്പി മണ്ഡലത്തിന്റെ ആവശ്യങ്ങളും അല്ലേ പറയുന്നത്. ഇത്ര ദിവസം ഇപ്പം നമ്മളിത് പറയുമ്പോഴാണ് അവർ പറയുന്നത്. നമ്മളതൊന്നല്ല പറയുന്നത്, നടപ്പിലാക്കിയ വികസനങ്ങളാണ് പറയുന്നത്. പിന്നെ സീറ്റ് കച്ചവടം, അതുപോലെ തന്നെ ഈ വിലക്ക് വാങ്ങി എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞ ആരോപണമല്ല. ഇപ്പം അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഈ സീറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ആരോപണങ്ങളാണ്, നമ്മളത് പറഞ്ഞല്ല. അല്ല, ഇതിലൊന്നും മറുപടി പറയുന്നില്ലെന്ന്. മറുപടി ഇല്ല, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങൾക്ക് വികസനം മാത്രമല്ല, ഈ 10 വർഷക്കാലം അവരുടെ കൂടെ നിന്ന് ആ വിശ്വാസ്യത, ആത്മാർത്ഥത, സത്യസന്ധത, ഈ 3 കാര്യങ്ങളും ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ചെയ്ത കാര്യങ്ങൾ. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.